മുഹമ്മദ് റഹീസ് ചെയ്യുന്നു. റഹീസ്, നേരത്തെ ജെയിംസ് സാർ പറഞ്ഞു നിർത്തുന്നത് കുവൈറ്റിലെ കാര്യമായിരുന്നു. കുവൈറ്റിൽ 11 വയസ്സുള്ള ഒരു കുട്ടി പരിക്കിൽ മരിച്ചു എന്നത് സങ്കടകരമായ വാർത്തയാണ്. ശരിയാണ്, യുദ്ധത്തിൽ ആര് മരിച്ചാലും സങ്കടമാണെങ്കിലും അത് കുട്ടികളാണെങ്കിൽ കുഞ്ഞുങ്ങളാണെങ്കിൽ സങ്കടം ഇരട്ടിക്കും. റഹീസ്, എന്താണ് ഇന്ന് GCCയിലെ പൊതു അവസ്ഥ, ദുബായിലെ അവസ്ഥ? റഹീസ്. അശ്വിൻ, GCCയിലും ദുബായിലും പൊതുവെ എന്തായാലും വലിയ ആശ്വാസത്തിന്റെ ദിനമാണ് ഇപ്പോൾ ഇതുവരെയും ഉള്ളത്. ഇന്നലെ രാത്രി ഉണ്ടായ ആക്രമണത്തിന് ശേഷം കാര്യമായിട്ടുള്ള ആക്രമണം പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. രാവിലെയോടുകൂടി ചില സൈറണുകളൊക്കെ മുഴങ്ങിയ വാർത്ത ബഹ്റൈനിൽ നിന്നൊക്കെ വന്നിരുന്നു. പക്ഷെ അവിടെയൊക്കെയും ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ ഉഗ്ര ശബ്ദം കേട്ടതായിട്ടൊന്നും നാട്ടുകാർ പറയുന്നതോ അല്ലെങ്കിൽ ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രചരണം ആ നിലയ്ക്കില്ല. സോ അതുകൊണ്ട് ആ തരത്തിലൊരു ആക്രമണം ഇന്ന് GCCയിലുടനീളം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ഇതുവരെയും കരുതാം. ഒപ്പം തന്നെ ഈ പതിയെ ഒരു സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് GCC രാജ്യങ്ങളിൽ നിന്നെല്ലാം കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടക്കം തുറക്കുന്ന നിലയിലേക്ക് UAE ഒക്കെ മാറുന്നു എന്നുള്ള ഒരു സാഹചര്യം പൂർണ്ണമായും മാറിയിട്ടില്ല എങ്കിലും അങ്ങനെ ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട്. എന്തായാലും ഇനി നാളെ ഈ GCC രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഒരു ചർച്ച നടക്കുന്നതിന് മുൻപ് ഏത് നിലയ്ക്കായിരിക്കും ഇറാൻ അവരുടെ ആക്രമണം നടത്തുക, ഒപ്പം തന്നെ എങ്ങനെയായിരിക്കും ആ നിലപാട് അവർ ഫോർമുലേറ്റ് ചെയ്ത് അത് ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുക എന്നുള്ളതാകും ഈ സമയത്ത് ഏറ്റവും പ്രധാനം. ആശ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.